അതിഥി ദേവോ ഭവ ഒരു പേര് മാത്രമല്ല, മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഞാൻ നിങ്ങളുടെ സുഹൃത്തും ആലപ്പുഴ മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ നിങ്ങളുടെ സ്വന്തം ജോസ് ചെല്ലപ്പൻ. എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ നഗരത്തിന്റെ വളർച്ചയ്ക്ക് സ്വന്തം നാടും കുടുംബവും വിട്ടുവന്ന് കഠിനാധ്വാനം ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമാണല്ലോ. ആ ഉത്തരവാദിത്വം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ആലപ്പുഴ നഗരസഭ. നഗരസഭയുടെ നേതൃത്വത്തിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും NHM സഹകരണത്തോടെയും സംഘടിപ്പിച്ച അതിഥി ദേവോ ഭവ മെഗാ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 18-19 തീയതികളിൽ ആലപ്പുഴ ടൗൺ ഹാളിൽ വിജയകരമായി നടന്നു. അതിന്റെ വിശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ തുടച്ചു നീക്കപ്പെട്ട പല സാംക്രമിക രോഗങ്ങളും അതിഥി തൊഴിലാളികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും തൊഴിലാളികൾക്ക് സമയോചിതമായ ചികിത്സയും രോഗനിർണയവും ഉറപ്പാക്കുന്നതിനുമായി ഈ ക്യാമ്പ് സംഘടിപ്പിക്കുകയായിരുന്നു. 800-ലധികം അതിഥി തൊഴിലാളികൾ ഈ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി പരിശോധനയ്ക്ക് വിധേയരായി. പകർച്ചവ്യാധികൾ, മലേറിയ, ഫൈലോറിയ, കുഷ്ഠം, ക്ഷയം, ത്വക്ക് രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, ദന്ത പരിശോധന, നേത്ര പരിശോധന തുടങ്ങി നിരവധി ആരോഗ്യ സേവനങ്ങൾ ഒരേ വേദിയിൽ ലഭ്യമാക്കി ആലപ്പുഴ നഗരസഭ ഈ ക്യാമ്പിലൂടെ. ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും യോഗങ്ങൾ പലതവണ വിളിച്ചു ചേർത്ത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് നഗരസഭ മുന്നോട്ടു പോയത്. അതിന്റെ വിജയമാണ് ഇന്ന് നാം ഈ കാണുന്നത്. ആലപ്പുഴ നഗരസഭ, ആരോഗ്യ വകുപ്പ്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവിടങ്ങളിൽ നിന്നുള്ള 100ഓളം ഡോക്ടർമാർ, നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, ആരോഗ്യ പ്രവർത്തകർ, ഫീൽഡ് സ്റ്റാഫ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് ഈ മഹത്തായ സംരംഭത്തിന്റെ വിജയത്തിന് പിന്നിലെ ശക്തി. ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ ആലപ്പുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നൌഫലാണ്. അതോടൊപ്പം ചെയർപേഴ്സൺ ശ്രീ മോളി ജേക്കബ് അവർകൾ എല്ലാത്തിനും മേലെ കാര്യങ്ങളെ നോക്കി നടത്തുവാനും നടപ്പിൽ തീരുമാനങ്ങൾ വരുത്തുവാനും അക്ഷീണം പ്രവർത്തിച്ചു. ഒരു വൈസ് ചെയർമാൻ എന്ന നിലയിൽ അതിനോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടാൻ സാധിച്ചുവെന്നതും എനിക്കും വലിയ സന്തോഷം നൽകുന്നു. അതോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീമതി ജ്യോതിമോള്, അതോടൊപ്പം ശ്രീമതി മായ രാജേന്ദ്രൻ, ശ്രീ ഫൈസൽ, ശ്രീമതി രശ്മി സനൽ എന്നിവരെല്ലാം സജീവമായ സാന്നിധ്യമായിരുന്നു. അതോടൊപ്പം കൗൺസിലർമാരെ നിരവധി പേർ ഈ ദൗത്യത്തിന്റെ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്നു നിന്നു. അതും വലിയൊരു മനോഹരമായ ദൃശ്യ ആവിഷ്കാരങ്ങളായി മാറ്റാൻ സാധിച്ചു. അതോടൊപ്പം ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു വിങ്ങാണ് ആലപ്പുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടൊപ്പം ചേർന്ന് നിന്ന ശ്രീ DMO ശ്രീമതി ഡോക്ടർ വിദ്യ PV, അതോടൊപ്പം NHM DPM ഡോക്ടർ ലൈജു, അതോടൊപ്പം ഞങ്ങളുടെ ആലപ്പുഴയുടെ മാലിന്യമുക്ത നവകേരളം നോഡൽ ഓഫീസറായ ശ്രീ ജയകുമാർ. അദ്ദേഹത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നല്ല എഫിഷ്യൻസായ, നല്ല ദീർഘവീക്ഷണമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചോളം അദ്ദേഹം. കൂടാതെ ഹെൽത്ത് ഓഫീസർമാർ, അതിൻ്റെ ഇൻചാർജുള്ള ഞങ്ങളുടെ സ്വന്തം ശ്യാംകുമാർ ഹെൽത്ത് ഓഫീസർ, കൂടാതെ NHM PRO പ്രവീണ, കൂടാതെ ഹെൽത്ത് സൂപ്പർവൈസർമാരായ ജയരാജ്, സുനിൽ കുമാർ, സന്തോഷ് കുമാർ, കൂടാതെ മൈക്രോബയോളജി വിഭാഗത്തിലെ സതീഷ് കുമാർ, ജയൻ എന്നിവർക്കും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ എല്ലാ ഉദ്യോഗസ്ഥർക്കും, ആരോഗ്യ പ്രവർത്തകർക്കും, സന്നദ്ധ പ്രവർത്തകർക്കും,
കൂടാതെ ആലപ്പുഴയുടെ സെക്രട്ടറി ശ്രീ സനലിനും അതോടൊപ്പം ഒട്ടനവധി ജീവനക്കാരും നല്ല നല്ല മനുഷ്യരും ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അതോടൊപ്പം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും അവസരത്തിൽ രേഖപ്പെടുത്തുമ്പോഴും ഈ ക്യാമ്പ് വൻ വിജയമായി ജനങ്ങളിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും ഏറെ ബഹുമാനപ്പെട്ട MLA-മാരെ ഈ ക്യാമ്പ് സന്ദർശിച്ചു എന്നത്. ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചോളം ആലപ്പുഴ നഗരസഭ 2 മണ്ഡലങ്ങൾ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ 2 മണ്ഡലങ്ങളിലെയും MLA-മാർ ആലപ്പുഴ നഗരസഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതിൽ ബഹുമാനപ്പെട്ട G. സുധാകരൻ സാറ് ഈ ക്യാമ്പ് സന്ദർശിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇനി ആ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം നേരിട്ട് സാറിൻ്റെ വാക്കുകളിലൂടെയും അതോടൊപ്പം AD തോമസ് നമ്മുടെ ആലപ്പുഴയുടെ ബഹുമാനപ്പെട്ട MLA അദ്ദേഹം ഇതിനോടൊപ്പം ഈ ക്യാമ്പ് സന്ദർശിച്ച് അതിൻ്റെ വിജയങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. അല്ല എന്താ വാട്ട് ഇസ് ദിസ്? ഏത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു? ഓ ഗവൺമെന്റ്. എല്ലാം ഗവൺമെന്റാ? NH. NH ആകുമ്പോൾ കോൺട്രാക്റ്റ് ആണോ? എത്ര വർഷമായി? ഇല്ല, അതേ ശമ്പളമാണ്. ഡെയിലി വേജ് എത്ര രൂപ? അത് സാധാരണ തൊഴിലാളി കിട്ടുന്നതാണ്. 750 രൂപ. അതേ ഉള്ളോ? അത് ശരി. അതെന്താ? അതല്ല, ഇവിടുത്തെ ഒരു വർക്കർക്ക് 750 രൂപ കിട്ടും. വർക്കർ എന്ന് പറഞ്ഞാൽ മറ്റേ വർക്കർക്ക് പുരുഷന്മാർക്ക് 1200, സ്ത്രീകൾക്ക് 900. അതല്ല, കേരള ഗവൺമെന്റിലെ മിനിമം കോൺട്രാക്ട് ലേബറിന്റെ ശമ്പളമാണ് 750 രൂപ. അതേ ഇവർക്ക് കൊടുക്കും. അല്ല, എന്തായാലും നിങ്ങൾ ലേമൻ അല്ലല്ലോ, പ്രൊഫഷണൽ നോളജ് ഉള്ളവരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ തരണ്ടേ? ഓ, ഇപ്പം ക്ഷയരോഗം ഉണ്ടോ? ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്ന് എന്നെ ക്ഷയരോഗം. അതൊക്കെ ഞാൻ ആരോഗ്യമന്ത്രിക്ക് കൊടുത്തു. അതല്ല, ഓ എല്ലാം കൊടുത്തിട്ടുണ്ട്, കത്തോടുകൂടി കൊടുത്തു. ഇപ്പം ക്ഷയരോഗം ഉണ്ടോ? കുറവല്ലേ? കേരളത്തിലോ? ക്ഷയരോഗോ? ക്ഷയരോഗം മൊത്തം മാറിയതല്ലായിരുന്നു? അത് ആൾമോസ്റ്റ് ഇല്ലാതായതാണല്ലോ ക്ഷയരോഗം. തീരെ ഇല്ല. ഒരു കാലത്ത് ഏറ്റവും വലിയ രോഗം അതായിരുന്നു. രാജയക്ഷ്മാവ് എന്നാണ് വിളിക്കുന്നത്, രോഗങ്ങളുടെ രാജാവ്. ഇപ്പം ക്യാൻസർ അല്ലേ? പണ്ട് ക്ഷയമാണ്. എല്ലാം മാറി.
അവരെന്ത് ചെയ്തു? അല്ല, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ്ടേ? അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കല്ലേ ആൾക്കാർ? മാരിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അമ്പലപ്പുഴ എം.എൽ.എ. സുധാകരൻ സാറ് നമ്മുടെ ഇവിടെ ക്യാമ്പ് സന്ദർശിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ രോഗനിർണയ ടേബിളുകൾ സന്ദർശിക്കാനും അവിടെ വളരെ നിസ്വാർത്ഥമായി വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന വളരെ രഹസ്യമായിട്ട് വയ്ക്കുന്ന പല രോഗങ്ങളും ഇവിടെ ഈ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഈ രോഗനിർണയ ക്യാമ്പ് വഴി കണ്ടുപിടിക്കാൻ കഴിയും. അതുവഴി അത്തരം അസുഖമുള്ളവരെ രക്ഷിക്കാനും അത് പകർന്ന് സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ സമൂഹത്തെ രക്ഷിക്കാനും വളരെ സഹായകരമായ ക്യാമ്പാണ് ആലപ്പുഴ നഗരസഭ ശ്രീമതി മോളി ജേക്കബിൻ്റെ നേതൃത്വത്തിൽ നൂതനങ്ങളായ പല ജനകീയമായ നല്ല പദ്ധതികൾ നടപ്പിലാക്കി വരിക. 5 വർഷവും ഇത്തരം പദ്ധതികൾ കൊണ്ട് സമ്പന്നമാവണം. മുൻപിരുന്ന ഭരണസമിതിയേക്കാൾ തികച്ചും വ്യത്യാസപ്പെട്ടു ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് അങ്ങോട്ട് ബോധിപ്പിച്ചു. വളരെ മികച്ച ഒരു നഗരസഭയായി ഇതിനെ മാറാൻ കഴിയുമെന്നാണ് ഇന്നത്തെ ഈ രോഗനിർണയ ക്യാമ്പിൻ്റെ വിജയം വെളിപ്പെടുത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭകളിലൊന്നാണ് ആലപ്പുഴയിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. വളരെ പഴക്കം ചെന്നതാണ്. അപ്പോൾ ഈ നഗരസഭയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. നഗരസഭ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പല റോഡുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ മികച്ചതായി വന്നുകൊണ്ടിരിക്കുന്നു. മുനിസിപ്പൽ റോഡുകളൊക്കെ ഇനി നന്നാവേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെങ്ങും ഇല്ലാത്ത 30 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വൈറ്റ് ടോപ്പിംഗ് എന്ന ടെക്നോളജി ഇവിടെയാണ് 12 കിലോമീറ്ററിൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം 1 കിലോമീറ്റർ പോലും വൈറ്റ് ടോപ്പിംഗ് നടത്തിയില്ല എന്നുള്ളത് കാണിക്കുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വിഷലില്ലായ്മയാണ്, കാഴ്ചപ്പാടില്ലായ്മയാണ്. ഈ ഗവൺമെൻറ് കാലത്ത് PWD സെക്രട്ടറി എല്ലാ പ്രധാന നഗരങ്ങളിലും കുറേ സ്ഥലങ്ങൾ വൈറ്റ് ടോപ്പ് ചെയ്താൽ 30 വർഷം വരെ പൈസ ഒന്നും മുടക്കണ്ട. വാഹനങ്ങൾക്കൊക്കെ വളരെ നല്ല തരത്തിൽ അതിനെ ഓടാൻ വേണ്ടി കഴിയും. ടയറുകൾക്കൊന്നും കേടുവരുത്തില്ല, ഇന്ധന ലാഭം ഉണ്ടാവും. ഏതായാലും ശരി, ആലപ്പുഴ നഗരസഭ കേരളത്തിൽ ആദ്യം ഉണ്ടായ നഗരസഭകളിലൊന്നാണ്. അതിൻ്റെ പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ ശ്രീമതി മോളി ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഈ മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിഴക്ക് വള്ളാത്തുരുത്ത് മുതൽ പടിഞ്ഞാറ് ബീച്ച് വരെയുള്ള ഈ നഗരസഭ വളരെ സങ്കീർണമായ പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്നതാണെങ്കിൽ എല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പിന്തുണ കുറച്ചുകൂടി ലഭിക്കേണ്ടതുണ്ട്. അത് 4 മണിക്ക് 10 ലക്ഷം കൊടുക്കുന്നത്. 10 ലക്ഷം നിങ്ങൾ വരുന്നുണ്ടോ? അവിടെ കുറവന്തോടല്ലേ ആ പരിപാടി? കുറവന്തോ ജീവിച്ചു നോക്കട്ടാണ്. നിലവിൽ 4 പേരുണ്ടെങ്കിൽ കുറഞ്ഞ 10 പേര് മിനിമം ഉണ്ടാവും. നമസ്കാരം. അവരോട് പറഞ്ഞു ഇങ്ങനെ ഹലോ ആണല്ലേ? ഓ അല്ല, എന്തായാലും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. പ്രത്യേകം നഗരസഭ അത് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ആണ്. എന്തായാലും നല്ലതാണ് കേട്ടോ. നമ്മളിതേ ഒരു കേട്ടോ ചേച്ചി എത്ര മിനിറ്റ് ഉണ്ടോ അറിയാം.
അത് പന്തളത്തിന് കാടിൻ്റെ അകത്ത് അറിയാം. അത് പിന്നെ ഒന്നുകൂടെ സസ്പെക്ട് ചെയ്തിട്ട് നമ്മുടെ ആലപ്പുഴയുടെ MLA ശ്രീ എ. ഡി. തോമസ് അവർ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ വിഭാഗവും സന്ദർശിച്ചതിന് ശേഷം ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തെ ആശംസ അറിയിക്കുന്നത് അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനം അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്, അത് പ്രത്യേകമായി ആലപ്പുഴ നഗരസഭയെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, നമ്മുടെ ആദരണീയരായ ഡോക്ടേഴ്സ്, പ്രിയപ്പെട്ട നഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, ആരോഗ്യ വകുപ്പിലെ പ്രധാനപ്പെട്ട മുന്നണി പോരാളികൾ, നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇന്നിവിടുത്തെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചില ഞെട്ടലോടെയാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയും. അതിനൊരു കൂട്ടായ പരിശ്രമം വേണം. ഇത്തരത്തിലുള്ള ഒരു നടപടി ക്രമത്തിലൂടെ അല്ലെങ്കിൽ അതിഥി ദേവോ ഭവ എന്ന പേരിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നഗരസഭ സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് പലതും നമ്മളേറെ ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി നമ്മൾ പെടുത്തുന്നതാണ്. കേരള നിയമസഭയുടെ ശ്രദ്ധയിൽ ഈ ഒരു പ്രോജക്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത് അത് വലിയ ഒരു പേരാണ്, അതിഥി ദേവോ ഭവ. അപ്പോൾ നമ്മുടെ അതിഥികൾ, അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികൾ അവരിൽ നിന്നുണ്ടാവാതിരിക്കാനുള്ള കരുതൽ എടുക്കേണ്ടതിൻ്റെ ഒരു ബാധ്യതയും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള ഇടപെടലാണ്. നഗരസഭയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം. ആലപ്പുഴയുടെ ജനപ്രതിനിധി എന്ന രീതിയിൽ മുഴുവൻ പിന്തുണയും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. अभी हम लोग बिहार से है। अभी हम लोग को इधर ही केरला में आके 14 साल हो गया। कोई प्रॉब्लम नहीं है, बहुत अच्छा से हम लोग जी रहा है। काम करने के लिए हम लोग का इधर भी फैसिलिटी भी अच्छा है। इधर का म्यूनसिपालिटी, पुलिस, सेफ्टी सब कुछ बहुत अच्छा है। अभी तक का हम लोग का आया इतना दिन है, कोई प्रॉब्लम नहीं है, हर एक तरफ से हेल्प मिलता है। यहाँ पे अच्छा से देखभाल हो रहा है। उसके बाद में मेडिसिन, रोड जांच, एक्सरे सब अच्छा हो रहा है। मेडिसिन भी अच्छा मिल रहा है, सब कुछ अच्छा है। ओके, साफ सुथरा क्लीन है। ओके, കുബാബ റെസ്റ്റോറൻറ്റ് മാനേജറാണ്. ഇതുപോലുള്ള അതിഥി തൊഴിലാളികളുടെ ഹെൽത്ത് ചെക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചെക്കപ്പുകൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എടുത്തതിൽ വളരെ കാര്യക്ഷമമായിട്ട് എടുത്തതിൽ വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളിൽ ഇതുപോലുള്ള ആരോഗ്യപരമായിട്ടുള്ള ചെക്കപ്പുകൾ നല്ലതാണ്. ഈ സീസണിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ധാരാളം കൂടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെക്കപ്പുകൾ എടുത്തതുകൊണ്ട് ഏറ്റവും നല്ല അതിഥി തൊഴിലാളികൾക്ക് ഏറ്റവും നല്ല, അതും ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഗുണകരമായ കാര്യമാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ NHM സംസ്ഥാന ആരോഗ്യ വകുപ്പോടെ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് 2 ദിവസമായി ഇത്രയും വലിയൊരു ക്യാമ്പ് നമ്മുടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. അതിഥി ദേവോ ഭവ എന്ന പേരിൽ നമ്മുടെ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യം നമ്മളുടെ ആരോഗ്യത്തിൻ്റെയും കൂടെ കാരണമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്. NHM സംസ്ഥാന ആരോഗ്യ വകുപ്പും ജില്ലാ ആരോഗ്യ വകുപ്പും ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ ഏതാണ്ട് 70ഓളം ജീവനക്കാരെ വിട്ടുതന്ന് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും നടത്തി ഈ ക്യാമ്പിനെ സജീവമാക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 800ഓളം അടുത്ത് അതിഥി തൊഴിലാളികൾക്ക് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളത് ക്യാമ്പിൻ്റെ ഒരു വലിയ കാര്യമാണ്. ഇതിനിട്ടിരിക്കുന്ന പേര് പോലെ തന്നെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പോലെ ഒരു നഗരത്തിൻ്റെ, നമ്മളുടെ ചുറ്റുപാടിൻ്റെ ആരോഗ്യം പൂർണ്ണമാകുന്നത് നമ്മളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരുടെയും രോഗാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിലൂടെയാണ്. അവരും ആരോഗ്യമുള്ളവരാണ് എന്ന് തീരുമ്പോഴാണ് നമ്മളുടെ പരിസരവും നമ്മുടെ സമൂഹവും ഒക്കെ ഒരു ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ നമ്മളുടെ എല്ലാ മേഖലകളിലും ഇന്ന് അവരുണ്ട്. നമ്മൾ പോകുന്ന സ്ഥാപനങ്ങളിലും നമ്മളുടെ വീടുകളിലും നമ്മളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ആളുകളായി അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനമാണ് അവരുടെ ആരോഗ്യവും. അതുകൊണ്ട് ആലപ്പുഴ നഗരസഭ എടുത്ത ഇനിഷ്യേറ്റീവ് കേരളത്തിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ അതിഥി തൊഴിലാളികളിലൂടെ ഉണ്ടാവുന്ന പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഇനിഷ്യേറ്റീവിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പം 2 ദിവസമായിട്ട് നടന്നിട്ടുള്ള നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പുമായിട്ട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് നടന്ന ക്യാമ്പ് ഇപ്പോൾ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഏതാണ്ട് 700ഓളം പേര് അതിഥി സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ തന്നെ 700ഓളം പേർ തന്നെ മലേറിയയുടെ ടെസ്റ്റിനുള്ള ബ്ലഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടേത്, അതുപോലെ തന്നെ നേത്രപരിശോധന, ത്വക്ക് രോഗ വിഭാഗത്തിൻ്റെ, അങ്ങനെ ആരോഗ്യവകുപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ, ജനറൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള അവരുടെ മരുന്നുകൾ ഉൾപ്പെടെയുള്ള വിതരണം നടത്തിയ എല്ലാവിധ സേവനങ്ങളും ഇങ്ങനെയുള്ള പങ്കെടുത്തിട്ടുള്ളവർക്ക് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ധാരാളം പേർക്ക് സ്വാഭാവികമായിട്ട് ഈ ക്യാമ്പിൻ്റെ ഒരു വലിയ പ്രസക്തി എന്ന് പറയുന്നത് അതിഥികളുടെ ഇടയിൽ അങ്ങനെയുള്ള രോഗസംക്രമണം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരംഭദശയിൽ തന്നെ കണ്ടെത്താൻ നഗരസഭ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു പ്രാരംഭഘട്ടത്തിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ സാധ്യതകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കണ്ടെത്താനും അതുപോലെ തന്നെ അത് തുടക്കത്തിൽ തന്നെ ആദ്യമേ തന്നെ അത് ചികിത്സിച്ച് മാറ്റാനുള്ള സംവിധാനങ്ങളുമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ NHM സംസ്ഥാന ആരോഗ്യ വകുപ്പുടെ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് 2 ദിവസമായി ഇത്രയും വലിയൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. അതിഥി ദേവോ ഭവ എന്ന പേരിൽ നമ്മുടെ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യം നമ്മളുടെ ആരോഗ്യത്തിൻ്റെയും കൂടെ കാരണമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്. NHM സംസ്ഥാന ആരോഗ്യ വകുപ്പും ജില്ലാ ആരോഗ്യ വകുപ്പും ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ ഏതാണ്ട് 70ഓളം ജീവനക്കാരെ വിട്ടുതന്ന് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും നടത്തി ഈ ക്യാമ്പിനെ സജീവമാക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏകദേശം 800ഓളം അടുത്ത് അതിഥി തൊഴിലാളികൾക്ക് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളത് ക്യാമ്പിൻ്റെ ഒരു വലിയ കാര്യമാണ്. ഇതിനിട്ടിരിക്കുന്ന പേര് പോലെ തന്നെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പോലെ ഒരു നഗരത്തിൻ്റെ നമ്മളുടെ ചുറ്റുപാടിൻ്റെ ആരോഗ്യം പൂർണ്ണമാകുന്നത് നമ്മളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരുടെയും രോഗാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിലൂടെയാണ്. അവരും ആരോഗ്യമുള്ളവരാണ് എന്ന് തീരുമ്പോഴാണ് നമ്മളുടെ പരിസരവും നമ്മുടെ സമൂഹവും ഒക്കെ ഒരു ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ നമ്മളുടെ എല്ലാ മേഖലകളിലും ഇന്ന് അവരുണ്ട്. നമ്മൾ പോകുന്ന സ്ഥാപനങ്ങളിലും നമ്മളുടെ വീടുകളിലും നമ്മളോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ആളുകളായി അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനമാണ് അവരുടെ ആരോഗ്യവും. അതുകൊണ്ട് ആലപ്പുഴ നഗരസഭ എടുത്ത ഇനിഷ്യേറ്റീവ് കേരളത്തിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ അതിഥി തൊഴിലാളികളിലൂടെ ഉണ്ടാവുന്ന പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ ഇനിഷ്യേറ്റീവിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്.